ഡോക്ടറെ, പ്രഗ്നന്റ് ആയ സമയം മുതൽ ഞാൻ അവളോട് പറയുന്നതാണ് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം, സ്റ്റെപ്പ് കെയർ, അതുപോലെ തന്നെ ഒരുപാട് യാത്രയും ചെയ്യരുതെന്നുള്ളത്. ഇപ്പൊ അത് അബോർഷൻ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മൂപ്പര് പറയുന്ന പോലെ ഒന്നല്ല ഡോക്ടർ, ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ മാത്രമല്ല അബോർഷനായി പോകുന്നത്. 5-ൽ ഒരാൾക്ക് ഏർലി പ്രഗ്നൻസിയിൽ അബോർഷനായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇതിൽ 90% കേസുകളിലും കാരണം ഭ്രൂണത്തിലുണ്ടാകുന്ന ജനിതക പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗർഭം അലസിപ്പോകുന്നത് സ്വാഭാവികമാണ്. അതിന് പുറമെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് പ്രഷർ, ഷുഗർ, തൈറോയിഡ്, പിന്നെ അമിതവണ്ണം. അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, വാദം പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE, APLA സിൻഡ്രോം, ഇതൊക്കെ അബോർഷന് കാരണമാകും. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസ്, ഗർഭപാത്രത്തിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, ഇതൊക്കെ ഏർലി മിസ്കാരേജിന് കാരണമാകാറുണ്ട്. അത് മാത്രമല്ല, പുതിയ പഠനങ്ങൾ അനുസരിച്ച് അച്ഛന്റെ സ്പേം ക്വാളിറ്റിയും ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സ്ഥിരമായിട്ട് പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങളുള്ളവരിൽ ജനറ്റിക്കലി സ്പേം അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ഏർലി മിസ്കാരേജസ് കാണാറുണ്ട്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആവുന്നവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ.